വെൽക്കം ടു ഡിപ്രീസ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പുതിയതായിട്ട് റിലീസായിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ്. മഞ്ഞുമൽ ബോയ്സ് അതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ജോൺറ ഒരു സർവൈവൽ ത്രില്ലറാണ്. സർവൈവൽ ത്രില്ലർ നമുക്ക് എന്താണ്, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഭരതൻ്റെ മാളൂട്ടി ഉണ്ട്, പിന്നെ അന്നാബൻ അഭിനയിച്ചിട്ട് ഹെലൻ, ഇതൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ നമ്മൾ സർവൈവൽ ത്രില്ലർ എന്ന് പറഞ്ഞ്. അത് സർവൈവൽ ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻസ് നമ്മളത് സെറ്റ് ചെയ്ത് വരുമ്പോൾ അത്രയും ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ആ ഡയറക്ടർക്ക് ഒരുപാട് കഴിവുകൾ വേണമെന്ന് പറയും. ഇപ്പോൾ ഹെലനൊക്കെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. മാളൂട്ടിയൊക്കെ നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ നമുക്കതൊരു ഇത്തിരി ഒരു എന്താ ഒരു ഭയങ്കര മെലോ ഡ്രാമയൊക്കെ തോന്നും അതിനകത്തുള്ള സീനുകൾ ഇപ്പോൾ കാണുമ്പോൾ. പക്ഷെ അന്ന് അത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു അപകടമുണ്ടാവുകയും അതിൽ നിന്ന് രക്ഷപ്പെടില്ലേ എന്നുള്ളതാണ് ഈ സർവൈവർ ത്രില്ലിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിൽ കുറേ കൂട്ടുകാരെല്ലാവരും കൂടി കൊടൈക്കനാലിലേക്ക് ടൂർ പോകുന്നതാണ് നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. പിന്നീട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ജാനേമൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിദംബരം എസ് പൊതുവാൾ. അതായത് നമുക്കറിയാം ഗണപതിയുടെ ബ്രദറാണ് ചിദംബരം എന്നുള്ളത്. അപ്പോൾ ജാനേമൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. ഞാനിപ്പോഴും നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ എന്താണ് റിലാക്സ്ഡ് ആയിട്ട് വലിയ പുതിയതൊന്നും കാണാൻ താല്പര്യമില്ലെങ്കിലൊക്കെ കാണുന്ന റിപ്പീറ്റ് വാച്ചുള്ള ഒരു സിനിമയാണ് ജാനേമൻ സിനിമ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബാലു വർഗീസ്, ലാൽ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ഉള്ള നടന്മാരുമുണ്ട്, പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളുമുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരേ പ്ലോട്ടും ഒരേ കാര്യങ്ങളും ഒരേ എന്താണ് മുൻതൂക്കങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. അവരവരുടെ ക്യാരക്ടേഴ്സൊക്കെ വളരെ ഭംഗിയായിട്ട് എല്ലാവരും ചെയ്തു. ഈ സിനിമയിലും അതേ ഉള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും ഇന്നാൾ മോശ, ഇന്നാൾ അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ രീതിയിലാണ് ഇതിനകത്ത് ക്യാരക്ടേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാവരും നന്നാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലത്തെ ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ സൗബിൻ ഷാഹിർ, പിന്നെ ദീപക് പറമ്പോൾ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, ദീപക് പറമ്പോൾ, പിന്നെ ഞാൻ ചിലരെയൊക്കെ വിട്ടുപോയിട്ടുണ്ട്, എനിക്ക് എല്ലാവരുടെയും പേര് ഇതില്ല. പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സലീം കുമാറിൻ്റെ മകൻ ചന്തു സലീം കുമാർ ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ കുറച്ച് തമിഴ് ആക്ടേഴ്സ് ഉണ്ട്, പിന്നെ തമിഴ് പോലീസ് ഓഫീസേഴ്സ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീൻസ് എല്ലാതും ഇതിൽ പ്ലോട്ട് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയുന്ന രീതിയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ സംവിധായകൻ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് വളരെ ഭംഗിയായിട്ട് എഴുതുന്നുണ്ട്. ഇപ്പോൾ ചില സീൻസൊക്കെ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്, ചിലത് നമുക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന സീനുകളുണ്ട്. അപ്പോൾ ആ ഒരു എന്തെന്നാണ് ആ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഷൈജു ഖാലിദിൻ്റെ സിനിമാറ്റോഗ്രാഫി അത് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസും പിന്നെ പറവ, അതായത് സൗബിൻ ഷാഹിർ ആളുടെ ബ്രദറും കൂടിയിട്ടുള്ള പറവ മൂവീസും കൂടിയിട്ടൊക്കെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം തൊട്ട് അവസാനം വരെ ഈ സിനിമ നമുക്ക് എൻ്റർടൈനിങ് ആണ്, ത്രില്ലിംഗ് ആണ്. നമ്മൾക്ക് ഓരോ മൊമെൻറ്റും വളരെ മനോഹരമായിട്ട് നമുക്ക് എന്താണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ആ ഫീലിൽ ആ കഥാപാത്രങ്ങളുടെ അതേ ഫീലിൽ തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ട് ഇതിൽ സുഷിൻ ശ്യാമിൻ്റെ സംഗീതമാണ്. അത് അവസാനം ആ എന്തെന്നാണ് രക്ഷാപ്രവർത്തനങ്ങളുമൊക്കെ നടക്കുമ്പോഴൊക്കെ കറക്റ്റ് ടാപ്പ് നമ്മൾക്ക് എന്താണ് വളരെ ആ ഇമ്പാക്റ്റ്, ആ സീനിൻ്റെ ഇമ്പാക്റ്റ് തോന്നുന്ന രീതിയിലാണ് BGM ഒക്കെ കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഇതിനകത്ത് നമ്മൾ സർവൈവർ ത്രില്ലർ എന്നുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് ഇതിനകത്ത് അവരുടെ സൗഹൃദം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് പറയാൻ വേണ്ടി ഇതിൻ്റെ അതായത് 2006 ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ് ഇത് പറയുന്നത്. അപ്പോൾ 2006 ഇതിനകത്ത് മൊബൈൽ ഫോൺസ് ഇല്ല. അതായത് മൊബൈൽ ഫോൺസ് ഉണ്ട്, പക്ഷേ ഇവരുടെ കയ്യിലില്ല. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസ് ഉള്ള കാലഘട്ടമല്ല. അപ്പോൾ ഞാനൊക്കെ ആ സിനിമയിലൊക്കെ ഞാനങ്ങനെ വിചാരിച്ചിരുന്നു മൊബൈൽ ഫോൺസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ആലോചിച്ചിരുന്നത്. പിന്നെ ഇതിനകത്ത് എന്താണ് അവർ ടൂറ് പോകുമ്പോൾ പണ്ടത്തെ ആ കാലഘട്ടം 2006 കാലഘട്ടം വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് അതായത് നമ്മളിപ്പോൾ കൊടൈക്കനാലിലൊക്കെ ഞാനൊക്കെ ടൂറ് പോകുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും രണ്ട് സൈഡിലും കടകളായിട്ടൊക്കെ ഒരു ഭംഗിയില്ലാണ്ടായി. പക്ഷേ ഇത് 2006 അത്ര വൃത്തികെട്ട രീതിയിലല്ല അന്നത്തെ കാലഘട്ടം.
അപ്പോൾ അതൊക്കെ നല്ല അതേപോലെ തന്നെ ആ സെറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ടൂറ് പോകുന്നതൊക്കെ നമ്മൾ പറയാം, പണ്ട് കാലത്തൊക്കെ ക്വാളിസിലാണ് നമ്മളൊക്കെ ടൂർ പോകുന്നത്. ഒരു 10 പേര് ഉണ്ടെന്ന് വെച്ചാൽ ക്വാളിസാണ് നമ്മൾ. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് ആ സീൻസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു എന്താണ് ഒരു നല്ല ഒരു സർവൈവൽ ത്രില്ലറായിട്ട് ഈ സിനിമ മാറും. ഇപ്പോൾ തന്നെ ഇന്നാണ് വെള്ളിയാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് റിലീസാകുമ്പോൾ തന്നെ നമുക്കറിയാം തിയേറ്റർ ഫുള്ളാണ്, ആൾക്കാരുണ്ട്, എല്ലാവർക്കും എന്താണ് ചില സീൻസിൽ കയ്യടികളുണ്ട്, ചില സീൻസിൽ ആളുകൾക്ക് ഷോക്കിംഗ് ആയിട്ട് ഓരോരുത്തരുടെയും ദീർഘനിശ്വാസങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഒരു സിനിമ കണ്ട് നമുക്കൊരു സന്തോഷം തന്ന ഒരു സിനിമയാണ് ഈ മഞ്ഞുമൽ ബോയ്സ്. വളരെ നല്ലൊരു സിനിമയാണ്. ഈ സിനിമയുടെ അവസാനിക്കുന്നത് റിയൽ ഇൻസിഡൻ്റുള്ള ആളുകളെയും കൂടി കാണിച്ചിട്ടാണ് ഈ സിനിമകൾ, മീൻസ് അവരുടെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു സർവൈവർ ത്രില്ലർ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിങ്ങൾക്ക് എല്ലാവർക്കും മഞ്ഞുമൽ ബോയ്സ് ഇഷ്ടാവും. അപ്പോൾ അടുത്തൊരു പുസ്തകവും സിനിമയുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.